ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. ഒരുപക്ഷെ ഒരു ഡോക്ടർ എന്ന നിലയിൽ 20 വർഷത്തിലേറെ കാലം ജീവിച്ച എൻ്റെ ഒരു പ്രൊഫഷണൽ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ എൻ്റെ പ്രൊഫഷനായി മാറിയോ എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. ഒരു മനുഷ്യന് വ്യത്യസ്ത ഐഡൻറ്റിറ്റികൾ ഉണ്ടാവും. മനുഷ്യൻ ഒരു പിതാവാണ്, ഒരു മകനാണ്, ഒരു സാമൂഹിക ജീവിയാണ്, ഒരു പ്രൊഫഷണൽ ആണ്. പക്ഷെ എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഒരു 90% പ്രൊഫഷൻ എന്നുള്ള രീതിയിലേക്ക് മാറിയോ എന്ന് ഞാൻ ഈ ഒരു ദിവസം എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പം ഡോക്ടർ കല്ലയിൽ എന്നുള്ളതിൽ എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഡോക്ടർ എന്നതിൽ കൂടുതൽ പ്രാധാന്യം വന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഒരുപക്ഷെ കുടുംബങ്ങളിലും മറ്റുമുണ്ടാകുന്ന പല പ്രശ്നങ്ങളിലും ഇടപെടാൻ എനിക്ക് സമയം കിട്ടാതെ പോയിട്ടുണ്ട്. ഡ്യൂട്ടി എന്ന് കേൾക്കുമ്പോഴേക്കും അതിലൊരു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവാത്ത സാഹചര്യങ്ങളാണ് ജീവിതത്തിലൂടെ കടന്നുപോയത്. തീർച്ചയായിട്ടും അതൊരു പണം നേടിയെടുക്കാനുള്ള ഒരാഗ്രഹമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വേണേൽ പറയാം. പണത്തിന് വേണ്ടി മാത്രമല്ലായിരുന്നു, ചെയ്യുന്ന ജോലിയിൽ 100% ഡെഡിക്കേഷൻ പുലർത്തണം എന്നുള്ള. പലപ്പോഴും നമ്മളൊക്കെ ഡ്യൂട്ടി എടുക്കുന്നത് കണ്ടാൽ പലരും അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ തിരക്കിനിടയിൽ അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നത് എന്ന്. തിരക്ക് പിടിച്ച OP ആയിരിക്കണം, എങ്ങനെ ഇതിലൂടെ ഡോക്ടർ അങ്ങനെ മാനേജ് ചെയ്യുന്നു? അതൊരു ഫ്ലോ ആണ്. നമ്മൾ നമ്മുടെ ജോലിയിലേക്ക് നമ്മളെ ആത്മാർത്ഥതയും നമ്മളുടെ ആ ഒരു ഫോക്കസും ചെലുത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് നീങ്ങും. എത്ര OP വരുന്നു, എത്ര പേഷ്യൻ്റ് ഉണ്ട് എന്നൊന്നും നമ്മൾ ചിന്തിക്കാതെ അതങ്ങനെ കഴിഞ്ഞു പോകും. പലപ്പോഴും ഇവിടെയൊക്കെ നമ്മൾ അറിയപ്പെടുന്ന പല ഡോക്ടേഴ്സിൻ്റെയും ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേ അവസ്ഥയാണ്. ഇപ്പോൾ അടുത്തൊരു കാർഡിയോളജിസ്റ്റുകൾ ഇവരൊക്കെ രാത്രി 2 മണി വരെ പോലും ഉറക്കം ഒഴിഞ്ഞുകൊണ്ട് അങ്ങനെ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. പലരും ചോദിക്കും, പണമാണോ ലക്ഷ്യം? ഒരിക്കലുമല്ല. അതൊരു ജോലിയോട് വരുന്ന ഫ്ലോ സ്റ്റേറ്റാണ്. ആ ഫ്ലോ സ്റ്റേറ്റിൽ ഒരു ഡോക്ടർക്ക് സ്വന്തം ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം പലപ്പോഴും ചിന്തിക്കാറില്ല. ഞാനും തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പൊണ്ണത്തടിയും എൻ്റെ അമിതവണ്ണവും എല്ലാം എൻ്റെ പ്രൊഫഷൻ്റെ ക്രിയേഷനാണ്. കുത്തിയിരുന്ന ജോലി എൻ്റെ ശരീരത്തിൽ വിസറൽ ഫാറ്റ് വർദ്ധിപ്പിച്ച സാഹചര്യം ഉണ്ടാക്കി. എൻ്റെ ഹൃദയത്തിന് ചുറ്റും അഡിപ്പോസ് ടിഷ്യൂ, എപ്പികാർഡിയൽ അഡിപ്പോസ് ടിഷ്യൂ EAT വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. പിന്നെ അതിനേക്കാളുപരി ഒരു ഡോക്ടറുടെ ജീവിതം എന്ന് പറയുമ്പം എത്ര രോഗികൾ വരുന്നോ അത്രയും സമ്മർദ്ദങ്ങളുമായിട്ടാണ് വരുന്നത്. ഒരു ഡോക്ടറെ ദൈവത്തിന് തുല്യമായി ഒരു കാരണവശാലും കാണരുത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഡോക്ടർ ബോധപൂർവം ഒരാൾക്കും മരണം വിധിക്കില്ല. ഒരാളുടെയും ജീവിതം അപഹരിക്കാൻ ശ്രമിക്കില്ല. പലപ്പോഴും ബന്ധങ്ങൾ, ഓരോ വീട്ടുകാരുടെ അവസ്ഥകൾ, ഇതൊക്കെ ഡോക്ടർക്കുള്ളിലെ മാനസിക മൂല്യങ്ങൾ ചിലപ്പം ഒരു പേഷ്യൻറ്റിന് ബില്ലാവുന്നത് തടയാനും ഒക്കെ ശ്രമിക്കാൻ വേണ്ടി ഒരുപാട് ടെസ്റ്റുകൾ വിടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും. ഒരുപാട് സംഘർഷങ്ങളായിരിക്കും. പേഷ്യൻ്റ് പറയും, ഡോക്ടറെ വലിയ ബില്ലാവൂലേ എന്ന് പറയുമ്പോൾ ആ ഡോക്ടറുടെ സഹായാവസ്ഥ ഭയങ്കര വലുതായിരിക്കും. എങ്ങനെ ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് അവരുടെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാമെന്നതിനെക്കുറിച്ച് ചിന്തകളും ഡോക്ടർ സംഘർഷങ്ങളുണ്ടാക്കും. അങ്ങനെ പല സംഘർഷങ്ങൾ അതൊരു ഡോക്ടറുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ്.